അവിടെ പ്രവാചകന്റെ മാതൃക കാണിക്കുക മാത്രമല്ല ചെയ്തത്. അവിടെയാണ് നാം ആലോചിക്കേണ്ടത്. 10,000-കണക്കിന് മനുഷ്യരെ ആ മാതൃകയനുസരിച്ച് അനുധാവനം ചെയ്ത് ജീവിക്കുന്ന 10,000-ങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ എന്ന് ഇവിടെ പറഞ്ഞത്. മാത്രവുമല്ല, ആ സൃഷ്ടിയാകട്ടെ അനുസ്യൂതം അവസാന നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ വിമലീകരിച്ച്, പ്രായോഗികമായി വിമലീകരിച്ച് കാണിച്ചു കൊടുക്കുന്ന 10,000-ങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ആദർശം ഇന്നും മനുഷ്യ സമൂഹത്തിൽ ജീവസോടുകൂടി നിലനിൽക്കുന്നു. ആർക്കും പരിശോധിക്കാം, ഏത് വിഷയത്തിലും. നിങ്ങൾ ആലോചിക്കുക, വളരെ സരളമായ ഓരോ വിഷയത്തിലും അവിടെ വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല. നമുക്കറിയാം, ബഹുമാനനായ ചോദ്യകർത്താവായ സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ സമൂഹത്തിലെ നന്മകൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമൂഹം തിരിഞ്ഞു നിൽക്കുന്നു. അവിടെ സമൂഹത്തിന്റെ ചോദ്യം തന്നെ ഇത് നന്മയോ തിന്മയോ എന്നാണ്. നിങ്ങൾക്കറിയില്ലേ, ഇന്ന് കേരളീയ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് ലൈംഗിക തൊഴിൽ അത് പരിശുദ്ധമാണോ അതോ അശുദ്ധമാണോ എന്നതാണ്. കേരളീയ സാംസ്കാരിക സമൂഹത്തിലെ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ഒരു അഭിസാരികയുടെ, ഒരു ലൈംഗിക തൊഴിലാളിയുടെ, അഭിസാരിക എന്ന് വിളിച്ചാൽ ഇപ്പൊ കേസ് കൊടുക്കും, ലൈംഗിക തൊഴിലാളി എന്ന് പറയണം, ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയാണ്. ഞാനിത് പറയുന്നത് അതിനെ വിഗ്രഹവൽക്കരിക്കാൻ ഒരു ശ്രമം, അത് തെറ്റ് എന്ന് പറയുന്ന മറ്റൊരു സമൂഹം. ആ രണ്ടു കൂട്ടരുടെ അടുത്തും സാംസ്കാരിക നായകന്മാർ ശരിയോ തെറ്റോ ചോദ്യം പ്രസക്തം. അവിടെ കൃത്യമായ മാർഗദർശനം വേണം. ആ മാർഗദർശനം കൃത്യമാകണം, അത് വ്യക്തമാകണം. ഒപ്പം തന്നെ അത് തെറ്റുപറ്റാത്തതാണ് എന്ന് നമുക്ക് ഉറപ്പുമുണ്ടാകണം. തെറ്റുപറ്റാത്തതാണ് എന്ന് ഉറപ്പുണ്ടാകണമെങ്കിൽ ദിവ്യമാകണം. അവിടെയാണ് കളങ്കരഹിതമായ പരിശുദ്ധ ഖുർആനിനെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. അതേപോലെ പ്രവാചക ജീവിതത്തെയും ഓരോ രംഗത്തുമുള്ള മാർഗദർശനം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ലോട്ടറിക്കെതിരെ സംസാരിച്ചു. ഒറ്റ നമ്പർ ലോട്ടറി ചൂഷണമാണ്, തോന്നിവാസമാണ്. നമ്മൾ ഒരുപാട് പറഞ്ഞു. ഗവൺമെന്റ് അത് നിരോധിച്ചു, വീണ്ടും ഹൈക്കോടതി അത് അനുകൂലിച്ചു, വീണ്ടും ഗവൺമെന്റ് നിയമമുണ്ടാക്കി നിരോധിക്കാൻ പാടുപെട്ടു, വീണ്ടും സുപ്രീം കോടതി ഇടപെട്ടു. ഇങ്ങനെ പോകുന്നു കാര്യം. ഇവിടെ എന്ത് ശരി? ലോട്ടറിക്കാരന്റെ ഭാഷയിൽ 10,000-കണക്കിന് ആളുകൾക്ക് ജോലി ലഭിക്കുന്ന വലിയൊരു പ്രവർത്തനം. ഗവൺമെന്റിന്റെ ഭാഷയിൽ അതിൽ ചൂഷണം. ഗവൺമെന്റിന്റെ ഭാഷയിൽ തന്നെ ഗവൺമെന്റ് സ്പോൺസേർഡ് ചൂഷണമാണെങ്കിൽ കുഴപ്പമില്ല. ലോട്ടറി ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കൃത്യമായ മാർഗദർശനം. അവിടെ എന്ത് ശരി എന്ത് തെറ്റ്, അവിടെയാണ് ദിവ്യമായ മാർഗദർശനം ആവശ്യമാവുക. അവിടെ കൃത്യമായി ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിയുടെ ജീവിതവും ഒപ്പം തന്നെ കളങ്കരഹിതമായ വേദഗ്രന്ഥത്തിന്റെ വചനവും നമുക്ക് വെളിച്ചമായി തീരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. എത്ര സുന്ദരമാണ് ഖുർആനിന്റെ വാക്യം. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം. തീർച്ചയായും മദ്യം, ലഹരി ഉണ്ടാക്കുന്ന വസ്തു, ലോട്ടറി, ചൂതാട്ടത്തിന്റെ ഏത് രൂപവും, പ്രശ്നം വെച്ച് നോക്കൽ, അമ്പുപയോഗിച്ചുള്ള ഭാഗ്യപരീക്ഷണം, ഇതെല്ലാം പൈശാചികമായ മ്ലേച്ഛവൃത്തികൾ മാത്രമാകുന്നു. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിക്കും. അത് ഭൗതികവും ആത്മീയവുമായ വിജയം. ഇവിടെ ഞാൻ പറയുന്നത് ഒരു വഴികാട്ടിയെ ഏതെങ്കിലും വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നതിന് പകരം കൃത്യമായി ജീവിതത്തിന്റെ ഏത് രംഗത്തും വഴി കാണിക്കുവാൻ കഴിയുന്ന പ്രമാണങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ആ പ്രമാണങ്ങൾ, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ആ പ്രമാണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. പ്രമാണം ദിവ്യം തന്നെയാണോ എന്ന് പരിശോധിക്കണം. അതിനാണ് ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിക്കുക. ശാസ്ത്രത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, പ്രവചനത്തിന്റെ എന്ന് വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള പൗരാണികമോ ആധുനികമോ ആയ ഏത് മാനദണ്ഡവും ഉപയോഗിക്കുക. ഇത് ദിവ്യമല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പരിശ്രമിക്കാം. ഇതിൽ മാനുഷികമായ കരവിരുതുകളുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പരിശ്രമിക്കാം. എന്നിട്ട് നമ്മുടെ ഈ മാനദണ്ഡങ്ങൾ മുഴുവനും പരാജയപ്പെടുന്നുവെങ്കിൽ
ഇത് ദിവ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ അതിനെ വഴികാട്ടിയായി സ്വീകരിക്കുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയകമായി നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. അവിടെ കേവലമായ ഭൗതികമായ നമ്മളെ സേവന പ്രവർത്തനങ്ങൾ, ഇത് നമ്മൾ പേരിട്ട് വിളിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രം പൂർണ്ണമാവില്ല. ആ സേവന പ്രവർത്തനങ്ങൾക്ക് പോലും എന്താവശ്യമാകുന്നു? കൃത്യമായ മാർഗരേഖ ആവശ്യമാണ്. അഭിസാരികമാരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഒരു വശത്ത്, അതിന്റെ മാനവികമാണ് എന്നുള്ള പ്രഖ്യാപനം ഒരു വശത്ത്, അതോ മറുവശത്തോ അഭിസാരിക വൃത്തി തന്നെ മോശമാണ് എന്ന് പറയുന്ന പ്രവർത്തനം മറ്റൊരു വശത്ത്. ഇവിടെ ആര് പറയുന്നത് ശരി, ആര് പറയുന്നത് തെറ്റ്? ലോട്ടറി അനുകൂലിക്കുന്ന പ്രതികൂലിക്കുന്ന വിഭാഗങ്ങൾ, ലഹരി അനുകൂലിക്കുന്ന പ്രതികൂലിക്കുന്ന വിഭാഗങ്ങൾ, ഇവിടെ എന്ത് ശരി എന്ത് തെറ്റ്? കൃത്യമായ മാർഗദർശനം ആവശ്യം. അവിടെയാണ് ദിവ്യമായ പ്രമാണം ആവശ്യം. അവിടെയാണ് പ്രമാണത്തിന്റെ പരിശോധന ആവശ്യം. അതിന് നാം സന്നദ്ധമാകണം. അല്ലാതെ അഴകുഴമ്പൻ സംസാരങ്ങളെ കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.